ഹലോ അസ്സലാമു റംലാൻ കരീം. അങ്ങനെ ഈ വർഷത്തെ പുണ്യ റംലാന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്നലെ ആദ്യം നോമ്പായിരുന്നു. ആ നോമ്പ് തുറ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. തുടക്കം തന്നെ നമ്മുടെ സമൂസയിൽ നിന്ന് ആയാലോ? സമൂസയില്ലാത്ത എന്ത് നോമ്പ് തുറ അല്ലേ? പക്ഷേ ഒരു കാര്യമുണ്ടല്ലോ മക്കൾസ്, എനിക്ക് സമൂസയുടെ ഫില്ലിംഗ് ഒക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യും. പക്ഷേ എനിക്കിത് ഫോൾഡ് ചെയ്യുന്ന കാര്യത്തിലുണ്ടല്ലോ, ആ കുട്ടി ഞാനുമായിട്ട് ചേരത്തില്ല. എൻ്റെ മോനാണ് ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്ത് തന്നത്. ഒരു 10-25 സമൂസയോളം ഇന്നലെ ഫോൾഡ് ചെയ്തെല്ലാം റെഡിയാക്കി 2-3 ക്യാനിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ നമുക്ക് ഒരു ദിവസം 2 സമൂസ വെച്ചെടുക്കേണ്ട കാര്യമേ ഉള്ളൂ. നമ്മൾ എണ്ണ പലഹാരങ്ങൾ മാക്സിമം കുറയ്ക്കുക. എല്ലാം ഒരു പരിധിക്കുള്ളിൽ ഒന്നും ഉപയോഗിക്കാതിരുന്നാൽ എന്തും നമുക്ക് ഹെൽത്ത് വൈസ് ഓക്കെയാണ്. അപ്പോൾ അതിൻ്റെ ജോലികളെന്ന് പറയുന്നത് ഒത്തിരി ഒരു പണിയുള്ളതാണ്. അതൊക്കെ ഒതുക്കി കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നമുക്ക് എല്ലാ ദിവസവും ഓരോന്നെടുത്ത് പൊരിക്കുമ്പോഴത്തേക്കും മാഷാ അല്ലാ ഭയങ്കര ഒരു സുഖമാണ്. അപ്പോൾ സമൂസയുടെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി എന്താ പരിപാടികൾ? എനിക്ക് ഈ റംസാൻ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ എന്തൊക്കെയൊക്കെയോ ചെയ്യണമെന്നൊരു ഫീലാണ്. മനസ്സിലായല്ലോ, അത് കഴിക്കണം, ഇത് കഴിക്കണം, ഇതുണ്ടാക്കണം. അതിനെപ്പോഴും മോനൊക്കെ എന്നെ വഴക്കാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഭയങ്കര റാഹത്തായ കാര്യമാണ്. നമുക്ക് റംസാൻ മാക്സിമം നമ്മൾ റാഹത്തോടു കൂടി ഭക്ഷണം വെക്കുക, കഴിക്കുക. പിന്നെ കുറേ സമയം നമസ്കാരങ്ങൾക്കും മറ്റുമായിട്ട് നമ്മൾ വിനിയോഗിക്കുക. പിന്നെ ഇത് കുറച്ച് റൊട്ടി മാവെല്ലാം ബോളാക്കി വെച്ചിട്ടുണ്ട്. അതെൻ്റെ മരുമോൾ കുട്ടിയുടെ പണിയാണ്. പിന്നെ അടുത്ത എൻ്റെ മെയിൻ സെക്ഷനിലേക്ക് കിടക്കുകയാണ്. കഞ്ഞിക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുന്നു. കഞ്ഞിയില്ലാതെ ഒരു ദിവസം പോലും എനിക്ക് നോമ്പ് തുറക്കാൻ പറ്റത്തില്ല. നമ്മളെ സാധാരണ പൊടിയരി കഞ്ഞിയാണ്. അത് ചൂടോടുകൂടി ഒരു 2-3 ഗ്ലാസ് കുടിക്കുമ്പോഴുണ്ടല്ലേ അതിൻ്റെ ഒരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത സംഭവമാണ് കപ്പയും പൊരിച്ച മീനും നല്ല പുളിമുളകും ഒക്കെ ഉണ്ടെങ്കിൽ മാഷാ അല്ലാ. അതിൻ്റെ കൂടെ ഒരു പച്ചക്കറി ഐറ്റവും ഞാൻ കൂടെ എപ്പോഴും വെക്കും. അതിനെ കഞ്ഞിയൊക്കെ എൻ്റെ വാചകമടി കൊണ്ട് നിങ്ങൾ എന്താണ് ബോറടിക്കണ്ട, എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞത് ഒന്നിൽ മീൻ പൊരിക്കാൻ, ഒന്നിൽ ഇറച്ചി. നമ്മുടെ ചിക്കൻ 65 ആയിട്ടാണ് ഒരു പാൻ വെച്ചിരിക്കുന്നത്. ഇറച്ചി പൊരിക്കുകയാണ്. അതിന് ശേഷം മീൻ പൊരിക്കണം. ഇതെല്ലാം ഒന്ന് അടുപ്പിച്ചെടുക്കുക. ഈ ലാസ്റ്റ് നോമ്പ് തുറക്കുന്ന സമയത്തുണ്ടല്ലോ വല്ലാത്തൊരു തടകുടു ഒരു വെപ്രാളം പോലെയാണ്. നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞ് വെക്കുന്നതും എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു ജോലി തിരക്കാണ്. പക്ഷെ പിന്നെ നമ്മൾ ഈ റംസാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ സമയം നമ്മൾ ഓർക്കുമ്പോഴത്തേക്ക് നമുക്കൊരു മിസ്സിങ് ഫീൽ ചെയ്യും അല്ലേ? ആ ഒരു കാലം, ആ ദിവസങ്ങൾ ആലോചിക്കുമ്പോൾ പിന്നെ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്യും. അതിനെ കുറച്ച് നല്ല ഫ്രഷ് വേള എനിക്ക് ഇടയ്ക്ക് കിട്ടിയിരുന്നു. വേള എന്ന് പറയുന്നത് നമുക്ക് റംസാൻ മാസത്തിലൊക്കെ നല്ല മീൻ കിട്ടുക, അതിൻ്റെ കൂടെ നമ്മളെ മരിച്ചീനിയൊക്കെ കൂട്ടി കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സുഖമുള്ള കാര്യമാണ്. അപ്പോൾ മീൻ വറുക്കുകയാണ്. അതിനിടയിൽ കൂടെയൊക്കെ ഞാൻ കിച്ചനൊക്കെ ആ സമയം തന്നെ നമ്മൾ ക്ലീനാക്കി പോകും. എല്ലാം കൂടി ഇങ്ങനെ വലിച്ച് വാരിയിടുന്നത് എനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ കുക്കിങ്ങിൻ്റെ ഇടയിൽ കൂടി തന്നെ അപ്പോഴുള്ള കാര്യങ്ങളൊക്കെ ക്ലീനാക്കി ചെയ്ത് പോവുക. ഓക്കെ, ഞാൻ റംസാൻ എനിക്ക് നോമ്പ് പിടിച്ചിട്ട് അധികം സംസാരിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഒന്നാമത് തലവേദന വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ വൈകിട്ടായി ചൂടോടെ സമൂസയൊക്കെ റെഡിയാക്കത്തുള്ളൂ. നേരത്തെ ഒന്നും പൊരിച്ച് വയ്ക്കത്തില്ല മക്കൾസെ. ചൂടോടെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഫില്ലിംഗ് ആയിരുന്നു. ചിക്കൻ കുറച്ച് റിച്ചാക്കി ഇട്ടു, ഉരുളക്കിഴങ്ങിട്ടു. അതിൻ്റെ കൂടെ പിന്നെ എന്തോ നമ്മുടെ സവാളയും പച്ചമുളകും ഒക്കെയാണ്. പിന്നെ എനിക്ക് നോമ്പ് തുറക്കുമ്പോൾ ഞാൻ ചായയാണ് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ചായ കുടിക്കാറുള്ളൂ. മോന് ജ്യൂസാണ് ആക്കിയത്. അപ്പോൾ അൽഹംദുലില്ലാ നോമ്പ് തുറക്കുന്ന സമയമായി. റാഹത്തോടു കൂടി നമ്മളപ്പോൾ നോമ്പ് തുറക്കട്ടെ മക്കൾസെ. നമ്മുടെ ഈത്തപ്പഴമുണ്ട്, ആപ്പിളുണ്ട്. മോനെ അടിച്ചൊരു സ്പെഷ്യൽ ഒരു ജ്യൂസാണ് തണ്ണിമത്തൻ്റെത്. ആ റെസിപ്പി നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതാണ് എൻ്റെ നോമ്പ് തുറയുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത്. ഈ ഒരു പച്ചക്കറി നിർബന്ധമാണ്, പൊരിച്ചമീൻ, കപ്പ. ഇത് മാറ്റി ഞാൻ ചെയ്യും. ഒരു ദിവസങ്ങൾ ചിലപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഉണ്ടാക്കും, ചില ദിവസങ്ങളിൽ കപ്പ ആവിക്കും. അങ്ങനെ മാറ്റി ചെയ്യും. ഇതിൻ്റെ കൂടെ നല്ല പുളിമുളകെന്ന് തന്നെ പറയാം. വേളായിട്ട് കറിയാണ്. എനിക്ക് ഈ മീനിൻ്റെയൊക്കെ മുള്ളിൻ്റെ ഭാഗങ്ങൾ മുള്ളിൻ്റെ ഭാഗങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കൂട്ടി ഒരു പിടിച്ച് മക്കൾ ചെയ്യുക. അതിനോടൊപ്പം ഈ കഞ്ഞിയും കൂടെ ഇടയ്ക്കും കൂടി സിപ്പ് ചെയ്താൽ മാഷാ അല്ലാ. എൻ്റെ മോൻ എപ്പോഴും വഴക്കാണ്, എന്തെങ്കിലും ഒരു ഐറ്റം പോരെ, വെറും ഒന്നുകിൽ കപ്പ മാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരങ്ങൾ. പക്ഷേ എനിക്ക് ഇത് മസ്റ്റാണ് കേട്ടോ. ഇതില്ലെങ്കിൽ എനിക്ക് നോമ്പ് തുറന്നതിൻ്റെ ഒരു ഫീല് വരത്തില്ല. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, റബ്ബിനോട് നന്ദി പറയുന്നു. നമുക്ക് ഈ ഭക്ഷണം തന്ന പടച്ചവനോട് നന്ദി പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ഒരു നോമ്പ് വളരെ റാഹത്തായിട്ട് തുറക്കാൻ കഴിഞ്ഞു. ഇനി വരുന്ന നോമ്പുകളും അൽഹംദുലില്ലാ ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.